കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യൻ തങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, ഈശോ പറയുന്ന കാര്യം, ഞാൻ വാതിലാണ്, നല്ലിടയനാണ്, പ്രകാശമാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, വചനമാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഈശോ പറയുന്നുണ്ട്. പക്ഷേ മലയിലെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ രണ്ട് പ്രതീകങ്ങൾ, ഉപ്പും പ്രകാശം, ഈ രണ്ട് പ്രതീകങ്ങൾ എടുത്തിട്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ ഒരു യഥാർത്ഥ വ്യക്തിത്വവും ദൗത്യവുമൊക്കെ കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഈശോയെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുക. നമുക്കറിയാം, ഉപ്പും പ്രകാശവും ഒക്കെ നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു ഉപ്പിൻ്റെ കാര്യം, ഉപ്പ് മൂലം നമ്മുടെ കറിക്കൊക്കെയാണ് നല്ല ടേസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒത്തിരി പല കാര്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഉപ്പിൻ്റെ ഉറ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള കാര്യമാണ് ഈശോ പറഞ്ഞത്. അതായത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ യഥാർത്ഥ വ്യക്തിത്വം എപ്രകാരമുള്ളതായിരിക്കും? ഒരു ക്വാളിറ്റി ഉള്ള ജീവിതമാണ്. ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വാളിറ്റി. നമ്മളൊരു സാധനമൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് ഇതിനൊരു ബേസിക് ക്വാളിറ്റി ഉണ്ടാകണം. ക്വാളിറ്റി കുറഞ്ഞതും ചീഞ്ഞതും ആളിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മേടിക്കാറില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവം ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യ വ്യക്തിയിൽ നിന്ന്, ദൈവ പൈതലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വാളിറ്റി ഉണ്ട്. അത് നമുക്ക് നഷ്ടമാകാൻ പാടില്ല. അതാണ് ഈ പ്രതീകത്തിലൂടെ കൃത്യമായിട്ട് ഈശോ പറഞ്ഞു തരിക. രണ്ടാമതായിട്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിലൂടെ, സൽപ്രവർത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ളൊരു വലിയ ദൗത്യം നിനക്കുണ്ട് എന്നുള്ള കാര്യം കൂടെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ആധികാരികത ഉണ്ടാകുക. നമുക്കറിയാം, സഭാപിതാവായ ഐറേനിയസ് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്, ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. അതായത് ദൈവം ഏറ്റവും കൂടുതൽ മഹത്വപ്പെടുന്നത് മനുഷ്യൻ ഏറ്റവും പരിപൂർണനായിട്ട് ജീവിക്കുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ബേസിക് ക്വാളിറ്റി നമ്മളെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാവുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് എപ്രകാരമാണ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, ക്ഷമിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ജീവിച്ച് ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിത സാക്ഷ്യം നൽകുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു യഥാർത്ഥ വ്യക്തിത്വവും ദൗത്യവും ഒക്കെ തിരിച്ചറിയുന്നവരായിട്ട് മാറുവാനും, നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം കൂടെ നടത്തുക. സെമിനാരിയുടെയും സന്യാസ ഭവനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും നടക്കുന്നൊരു കാര്യമാണ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. അത് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തെ എല്ലാ നേരവും ഒന്ന് വിശകലനം ചെയ്യും. ഇന്ന് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റി, ഇന്ന് എനിക്ക് എങ്ങനെ നന്നായിട്ട് പെരുമാറാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്യാറുണ്ട്. അതെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കിന്ന് ചെയ്യാവുന്നൊരു കാര്യം, ഇത് കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ നമ്മളിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ഞാൻ ചെയ്തൊരു നല്ല പ്രവൃത്തി മൂലം മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ, ദൈവത്തിന് നന്ദി പറഞ്ഞു.
പ്രകാരം എൻ്റെ ജീവിതം മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. രണ്ടാമതായിട്ട് എൻ്റെ ഒരു പ്രവൃത്തി മൂലം, എൻ്റെ ഒരു വാക്ക് മൂലം മറ്റുള്ളവർക്ക് അതൊരു വിഷമമായി വേദനയായിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് വന്ന വീഴ്ചകളെ മാറ്റിയെടുക്കുവാനായിട്ടുള്ളൊരു പരിശ്രമം നടത്തുക. പ്രിയപ്പെട്ടവരെ, അത് ചെയ്യുവാനായിട്ട് ഉള്ള വലിയ കൃപയും അഭിഷേകമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.